ഹായ് ഫ്രണ്ട്സ്, ജോബ് സെക്യൂർ ആൻഡ് ലോ എമിനൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ്റെ മെൻ്റൽ എബിലിറ്റി ഏരിയയിലേക്കാണ് കടക്കുന്നത്. അപ്പം കേരള ലോ എൻട്രൻസ് എക്സാമിനേഷന് ഇനി ഒരുപാട് സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും. കഴിഞ്ഞ 3 വർഷമായിട്ട് ഓഗസ്റ്റിലാണ് നടന്നതെങ്കിലും ഇത് ജൂൺ ജൂലൈയിൽ നടക്കേണ്ട ഒരു എക്സാമാണ്. അപ്പം നമ്മുടെ പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങിയാലേ നമുക്ക് വേണ്ടതുപോലെ സമയം കിട്ടുള്ളൂ. അപ്പം ഡിഗ്രി കഴിഞ്ഞവർ, +2 കഴിഞ്ഞവർ എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിനെ കുറിച്ച് ആലോചിക്കുക. ഞങ്ങളുടെ ലോങ് ടേം പ്രിപ്പറേഷൻ കോഴ്സ് ഡെയിലി ക്ലാസ്സസും ടെസ്റ്റുകളുമായിട്ടാണ് ഞങ്ങളുടെ കോഴ്സ് പോകുന്നത്. അത് ഇപ്പോഴും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈനും ഓഫ്ലൈനും ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പം ഞാൻ നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. കേരള ലോ എൻട്രൻസിൽ പല വർഷങ്ങളിലായിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തന്നെ കടക്കട്ടെ ഞാൻ. ഇഫ് ദ നമ്പർ 517-324 ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 3. ഈ നമ്പറിനെ കംപ്ലീറ്റ്ലി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ സ്റ്റാറിൻ്റെ ഭാഗത്ത് എന്താണ് വരിക എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ എന്തറിയണം? ഡിവിസിബിലിറ്റി റൂൾ അറിയണം. ഡിവിസിബിലിറ്റി റൂൾ അറിയണമെങ്കിൽ ജോബ് സെക്യൂറിയുടെ ഗൈഡ് വാങ്ങിയാലും മതി. കാരണം ജോബ് സെക്യൂറിയുടെ ഗൈഡിൽ ഡിവിസിബിലിറ്റി റൂൾ കാര്യമായിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് മാത്സിൽ അത്യാവശ്യമാണ്. അപ്പോൾ ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ ഡിജിറ്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന സമ്മിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇവിടെ സം എത്ര കിട്ടും നോക്കൂ. 7 + 3 10, 10 + 2 12, +4 16, 17, 22 കിട്ടി. 22നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 22 കഴിഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന തൊട്ടടുത്ത നമ്പർ ഏതാ? 24 ആണ്. അപ്പോൾ സ്റ്റാറിൻ്റെ സ്ഥാനത്ത് ഏത് വരണം? 2 വരണം. ഇവിടെ ഡിവിസിബിലിറ്റി റൂളാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഡിവിസിബിലിറ്റി റൂൾ അറിയാത്തൊരു കുട്ടിക്ക് ഈ ക്വസ്റ്റ്യൻ ഓരോ നമ്പറും ഇട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കൽ പറ്റുന്ന കാര്യമാണോ? അല്ല. അപ്പോൾ നമുക്കിവിടെ കൃത്യമായിട്ട് ഡിവിസിബിലിറ്റി റൂൾ അറിയുന്ന ഒരാൾ സെക്കൻഡ്സിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കും. അടുത്തത്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് ഫ്രാക്ഷൻ? വലിയ ഫ്രാക്ഷൻ ഏത് എന്നാണ് ചോദ്യം. നോക്കൂ, ഫ്രാക്ഷൻസ് ഏതാ? 1/2, 1/21, 1/5, 1/9, 1/15. 1/2 എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിനെ 2 പീസാക്കി അതിലൊന്ന്, ഒരു കേക്കിനെ 2 കഷ്ണാക്കി അതിലൊന്ന്. അടുത്തത് 1/21 എന്ന് പറഞ്ഞാൽ 21 പീസാക്കി അതിലൊന്ന്, 5 പീസാക്കി അതിലൊന്ന്. അങ്ങനെ നോക്കിയാൽ ഏറ്റവും വലിയ കേക്ക് കിട്ടുമ്പോഴാണല്ലോ നമ്മൾ ഹാപ്പി ആവുക. നിങ്ങൾക്ക് 21 പീസാക്കിയതിൽ ഒരു പീസ് കിട്ടുമ്പോഴാണോ, 2 പീസാക്കിയതിൽ ഒന്ന് കിട്ടുമ്പോഴാണോ ഹാപ്പി ആവുക? 2 പീസാക്കുമ്പോൾ ഇതിലൊന്ന് കിട്ടുമ്പോൾ അല്ലേ? അപ്പം ലാർജസ്റ്റ് ഫ്രാക്ഷൻ ഇവിടെ ഏതായിരിക്കും? 1/2 ആയിരിക്കും ലാർജസ്റ്റ് ഫ്രാക്ഷൻ. ഇവിടെ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ ആയിരുന്നു ചോദിച്ചതെന്ന് വെച്ചാൽ ഏറ്റവും ചെറുത് ഏതാ? 1/21 ആണ്. അപ്പോൾ ഫ്രാക്ഷൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസും ജോബ് സെക്യൂരിറ്റിയുടെ വരാറുണ്ട്. അപ്പോൾ ആ ക്ലാസ്സസൊക്കെ ഒന്ന് കേട്ട് നോക്കുക. കോഴ്സിലേക്ക് വേഗം തന്നെ ജോയിൻ ചെയ്യലും ആലോചിക്കും. ഓക്കെ, ഇത് നമ്പർ സീരീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് കംസ് നെക്സ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, 1, 6, 13, 22, 33 ഡാഷ്. 1നോട് എത്ര ആഡ് ചെയ്താലാ 6 കിട്ടുക? 1 + 5 ആണ് 6 അല്ലേ? 1 + 5 6. 6നോട് എത്ര ആഡ് ചെയ്താലാ 13 ആവുക? +7. 13 22 ആവണമെങ്കിൽ +9. 22 33 ആവണമെങ്കിൽ +11. അപ്പം അടുത്ത് എന്താ വരിക? +13. 33 + 13 എത്ര വരും? 46 എന്നുള്ള ആൻസറിലേക്ക് പോകും. അതായത് ഇവിടെ ആഡ് ചെയ്ത് വരുന്നത് ഏതാ? ഓഡ് നമ്പേഴ്സാണ് ആഡ് ചെയ്യുന്നത്. ആദ്യം +5, +7, +9, +11, +13 അങ്ങനെ ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റേഷ്യോവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ദ റേഷ്യോ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ എ സ്കൂൾ ഈസ് 3:2. 3:2 എന്നുള്ള റേഷ്യോയിലാണ് ഉള്ളത്. 20% ഓഫ് ദ ബോയ്സ് ആൻഡ് 25% ഓഫ് ദ ഗേൾസ് ആർ സ്കോളർഷിപ്പ് ഹോൾഡേഴ്സ്.
ഇത്രയും കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഹു ആർ സ്കോളർഷിപ്പ് ഹോൾഡേഴ്സ് ആണ് ക്വസ്റ്റ്യൻ. ഇത് ചെയ്യാൻ ഏറ്റവും എളുപ്പമാർഗ്ഗം എന്താന്ന് വെച്ചാൽ ഗേൾസും ബോയ്സും തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാണ് അല്ല ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാണ് നമ്മൾ എടുത്ത് പറഞ്ഞത് 3:2 ആണ്. ഓക്കെ, അപ്പം ബോയ്സിന്റെ എണ്ണം 300 ആണ് എന്ന് വിചാരിക്കാം. അപ്പം ഗേൾസിന്റെ എണ്ണം എത്രയായി? 200 ആയി. ഓക്കെ, ഈ ഗേൾസില് 20% ബോയ്സിന് സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പൊ 30യുടെ 20%, 30യുടെ 20% എന്ന് പറഞ്ഞാൽ 30യുടെ 10% 30, സോറി 300ന്റെ 20% ആണ് ചോദിക്കുന്നത്. 300ന്റെ 10% 30, അപ്പൊ 20% എത്രയായി? 60. അതേപോലെ 25% ഓഫ് ഗേൾസ്, അപ്പൊ 200ന്റെ 25% ആണ് നമ്മൾ കാണേണ്ടത്. 200ന്റെ 25% എന്ന് പറഞ്ഞാൽ ഹാഫിന്റെ ഹാഫ്. 200ന്റെ ഹാഫ് 100, അതിൻ്റെയും ഹാഫ് 50. ഓക്കെ, മൊത്തം കുട്ടികൾ എത്ര? 200 പ്ലസ് 300, അതായത് 500 സ്റ്റുഡൻസ് ഉള്ളതിൽ 60 പ്ലസ് 50, 110 സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് ഉണ്ട്. ഈ പെർസെൻറ്റേജ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എളുപ്പം ആൻസറിലേക്ക് എത്താൻ പറ്റും. 0 നിങ്ങൾ വെട്ടി, 0 വെട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? 110നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 20 കിട്ടും. അപ്പോൾ ഓപ്ഷനിലേക്ക് നോക്കുക, ഏകദേശം അതിൻ്റെ അടുത്ത് എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ 22 എന്ന് ആൻസർ കിട്ടും. ഇവിടെ നമ്മൾ ഒരു നമ്പറിനെ നമ്മളങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ വേണമെങ്കിൽ എക്സ് എടുത്തും ചെയ്യാം, പക്ഷെ അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം ആൻസറിലേക്ക് കടക്കാൻ പറ്റും. ഇതൊക്കെ പ്രീവിയസ് പേപ്പറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ഈസ് 2 year ഓൾഡർ ദാൻ ബി, ഹൂ ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് സി. അപ്പം അങ്ങനെ പറയുമ്പം തന്നെ മനസ്സിൽ ആലോചിച്ച് നോക്കുക, ഏറ്റവും ചെറിയ ആൾ ആരാ ഇവിടെ? സി ആണ്. അപ്പൊ ഏറ്റവും ചെറിയ ആളുടെ ഏജ് നിങ്ങൾ എക്സ് ആക്കി എടുത്താൽ ബാക്കി കാൽക്കുലേഷൻ എളുപ്പമായിരിക്കും. ഏറ്റവും വലിയ ആളുടെ ഏജ് എക്സ് ആക്കിയാൽ പിന്നെ ഒരു /2 /3 ഒക്കെ വന്നാൽ കാൽക്കുലേഷൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അപ്പൊ എപ്പോഴും ഏറ്റവും ചെറിയ ആളുടെ ഏജ് എത്രയാണെന്ന് നോക്കാം. സി ആണ് ഏറ്റവും ചെറിയ ആൾ ആരാണെന്ന് നോക്കുക, സി ആണ്. അപ്പൊ സിയുടെ ഏജ് എക്സ് ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ബിയുടെ ഏജ് എത്രയാ? സിയുടെ ഏജിനേക്കാൾ 2 ഇരട്ടിയാണെന്നാ, 2x ആയി. അപ്പൊ എയുടെ ഏജ് എത്രയാ? ബിയുടെ ഏജിനേക്കാൾ 2 years കൂടുതലാണ്, 2x + 2. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും എന്നാ നമ്മളോട് പറയുന്നത്? ഇഫ് ദ ടോട്ടൽ ഏജ് ഓഫ് എ, ബി ആൻഡ് സി ഈസ് 27, സോ എ പ്ലസ് ബി പ്ലസ് സി is equal to 2x plus 2x plus 2 plus x equal to 2x plus 2x 4x plus x 5x. 5x plus 2 is equal to 27. 5x plus 2 27 ആണെങ്കിൽ 5x is equal to 27 2 മൈനസ് ചെയ്താൽ 25. So x is equal to 25/5, 5. എക്സിന്റെ വാല്യൂ 5 എന്ന് കിട്ടി. എക്സ് ആരുടെ ഏജാ? സിയുടെ ഏജ് ആണ് 5 years. നമ്മളെടുത്ത ചോദ്യം എന്താ? ബിയുടെ ഏജ് എത്ര എന്നാണ് ചോദ്യം. ബിയുടെ ഏജ് എത്രയാ? 2x ആണ്. 2x എന്ന് പറഞ്ഞാൽ 2 × 5. അപ്പം ആൻസർ എത്ര എന്ന് കിട്ടും? 10. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാളുടെ ഏജ് 5ഉം ഒരാളുടേത് 10ഉം ഒരാളുടേത് 12ഉം ആണെങ്കിൽ മൂന്നും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 27 കിട്ടും. ഓക്കെ, അപ്പോൾ എളുപ്പത്തിൽ ഇതിലേക്ക് ആൻസർ ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഉറപ്പിക്കാനുള്ള ഒരു സംവിധാനവും കൂടെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഫ്രം ദ ചോയ്സ് ഗിവൺ ബിലോ. APXH BOYG JSRD ഡാഷ്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ എപ്പോഴും ആദ്യത്തെ രണ്ടെണ്ണം തമ്മിൽ എങ്ങനെയാണ് ബന്ധമെന്നാണ് നോക്കേണ്ടത്. ഇവിടെ എ വന്നു, ഇവിടെ ബി വന്നു. അപ്പോൾ ഇവിടെ ജെ വന്നാൽ അടുത്തത് എന്ത് വരണം?
കെ വരണം അല്ലേ? ഫസ്റ്റ് കെ ആണ്. ഓപ്ഷനിലേക്ക് നോക്കുക, കെ അല്ലാത്തത് വന്നാൽ അതിനെ അപ്പം കട്ട് ചെയ്യാം. അടുത്തത് നോക്കൂ, പി ഒ. പിയുടെ തൊട്ട് പിന്നിലുള്ള ലെറ്റർ ആണ് ഒ അല്ലേ? അങ്ങനെ ആകുമ്പോൾ എസിന്റെ തൊട്ട് പിന്നിലുള്ള ലെറ്റർ ഏതാ? ആർ ആണ് വരിക, ആർ എസ്. അപ്പൊ കെ ആർ വരുന്ന ഓപ്ഷൻ ഏതാണോ അതിനെ ക്ലിക്ക് ചെയ്യാം. ബാക്കിയുള്ളത് നോക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ളതിനും ഇതേ ലോജിക് ഉണ്ടാവും, എക്സ് വൈ. അപ്പൊ ഇവിടെ എന്ത് വരും? ആറ് കഴിഞ്ഞിട്ടുള്ള ലെറ്റർ വരും. അതുപോലെ എച്ച് ജി. അപ്പൊ ഇവിടെ ഡിക്ക് തൊട്ട് പിന്നിലുള്ള ലെറ്റർ വരും. അപ്പം കെ ആർ എസ് സി എന്നുള്ള ആൻസറിലേക്ക് കടക്കും. ഒന്ന് മുന്നോട്ട് പോകുന്നു, അടുത്തത് പിന്നോട്ട് വരുന്നു, അതിനടുത്ത് മുന്നോട്ട് പോകുന്നു, അതിനടുത്തത് പിന്നോട്ട് വരുന്നു. കോഡിംഗ് ഡീകോഡിങ്ങിലെ കാര്യമായിട്ടുള്ള വീഡിയോ ജോബ് സെക്യൂരിറ്റിയുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ആ ക്വസ്റ്റ്യൻസിലൂടെയൊക്കെ ഒന്ന് കടന്നു പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം. അപ്പൊ ഈ ഇൻകറക്റ്റ് എന്നുള്ളത് കൃത്യമായി നോക്കണം. കറക്റ്റ് അല്ല നിങ്ങളോട് ചോദിച്ചത്, ഇൻകറക്റ്റ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ എന്താ? ഈവൺ നമ്പർ ഇൻറ്റു ഈവൺ നമ്പർ ഇസ് ഈക്വൽ ടു ഈവൺ നമ്പർ അല്ലേ? 2 × 4 8. അതൊരു ഈവൺ നമ്പർ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇതെന്താണ്? ഇത് റോങ് അല്ല, ഇത് ശരിയാണ്. ചെറിയൊരു ടിക്കാണ് ഇടുന്നത്. ആ ഓപ്ഷൻ ശരിയെന്നല്ല പറഞ്ഞത്, ഈ പറഞ്ഞത് ശരിയാണ്. അടുത്തത് നോക്കൂ, ഈവൺ നമ്പർ ഇൻറ്റു ഓഡ് നമ്പർ. ഒരു ഈവൺ നമ്പറിനെ ഓഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈവൺ നമ്പർ തന്നെയാണ് കിട്ടുക. ഒരു ഓഡ് നമ്പറിനെ ഓഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ ഓഡ് നമ്പർ തന്നെയാണ് കിട്ടുക, അതും ശരിയാണ്. ഓഡ് നമ്പറിനെ ഈവൺ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ ഈവൺ നമ്പർ ആണ് കിട്ടുക. ഇത് ആണ് ഈ ഓഡ് നമ്പർ അല്ല കിട്ടുക. ഇവിടെ എന്താ കിട്ടുക? ഈവൺ നമ്പർ ആണ്. ഈവൺ നമ്പറിനെ ഓഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഓഡിനെ ഈവൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഈവൺ തന്നെയാണ് കിട്ടുക. അപ്പം ഇവിടെ റോങ് ആയ സ്റ്റേറ്റ്മെന്റ് ഏതാ? ഓപ്ഷൻ ഡി ആണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇവിടെ നിങ്ങൾ ചെറിയ നമ്പേഴ്സ് വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. ഈ ടൈപ്പ് ഒരു വർഷം 3 or 4 ക്വസ്റ്റ്യൻസ് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആ വർഷം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു. 2019 20 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്. ഇവിടെ നോക്കണേ, ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? എൻ ഈവൺ നമ്പർ ends in 0, 2, 4, 6 or 8. ഈവൺ നമ്പർ എപ്പോഴും അവസാനിക്കുന്നതിലാണ് 0, 2, 4, 6, 8 ഇതിലേതിലെങ്കിലും ആണ്. അതൊരു ശരിയാ, റോങ് അല്ല. അടുത്തത്, എൻ ഓഡ് നമ്പർ ends in 1, 3, 5, 7 or 9. അതും ശരിയാണ്. അതിനാണല്ലോ നമ്മൾ ഓഡ് നമ്പർ എന്ന് പറയാം. അടുത്ത നോക്കൂ, ദ നമ്പർ 8 ഈസ് എൻ ഇറാഷണൽ നമ്പർ. ഇറാഷണൽ നമ്പർ ആണോ 8? അല്ല. അപ്പൊ ഇത് തെറ്റാണ്. അപ്പം തെറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ലാസ്റ്റ് ഓപ്ഷൻ നോക്കൂ, ഓൺലി ഈവൺ പ്രൈം നമ്പർ ആണ് 2. കറക്റ്റ് ആണ്. ഞാൻ നമ്പർ സീരീസും പ്രൈം നമ്പറും ഒക്കെ പറയുമ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കേട്ട ഒരാൾക്ക് ഇത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. ഫൈൻഡ് ദ കറക്റ്റ് ആൻസർ. 2/9 × 3/4 ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആലോചിച്ച് നോക്കൂ, 2/9 × 3/4. ഇങ്ങനെ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നേരെ മുകളിലത്തെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ചെറുതാക്കാൻ പറ്റും. 2-നെയും 4-നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 എന്ന് കിട്ടും. അതുപോലെ 3-നെയും 9-നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഈക്വൽ ടു 1 × 1 1, 3 × 2 6. ആൻസർ എത്ര എന്ന് കിട്ടും? 1/6 എന്നുള്ള ആൻസറിലേക്ക് പോകും. വളരെ സിമ്പിളായ കാൽക്കുലേഷൻ. പക്ഷേ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാൻ, അതേപോലെ സബ്ട്രാക്ട് ചെയ്യാൻ ഒക്കെ നമ്മൾ വളരെ ചെറിയ ക്ലാസ് പഠിക്കുന്നതാണെങ്കിലും പലരും മറന്നുപോയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 16 men can do a work in 10 days. അപ്പൊ 16 പേർക്ക് ഒരു വർക്ക് ചെയ്യണമെങ്കിൽ 10 days വേണം.
ഹൗ മെനി മെൻ ആർ നീഡഡ് ടു കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 20 days എന്നാ ചോദ്യം. നിങ്ങൾക്ക് ഇതുവരെ 10 ദിവസം ഉണ്ടെങ്കിൽ 16 പണിക്കാർ വേണം. ഇരട്ടി ദിവസമുണ്ട്, 20 days ഉണ്ട്. അപ്പൊ പകുതി പണിക്കാർ പോരെ? അപ്പൊ 16 മെന്നിന് പകരം നേരെ പകുതി 8 ആൾക്കാരെ ആവശ്യമുള്ളൂ. പണിക്കാർ കൂടുമ്പോൾ ദിവസം കുറച്ചു മതി, ദിവസം കുറയുമ്പോൾ കൂടുതൽ പണിക്കാർ വേണം. നമ്മുടെ വീട്ടിലൊക്കെ പണിക്ക് ആള് വിളിച്ചാൽ അങ്ങനെയല്ലേ, കുറേ പണിക്കാർ വന്നാൽ വേഗം പണി കഴിയും. പണിക്കാർ കുറവാണെങ്കിൽ കൂടുതൽ ദിവസം എടുക്കും. അതുപോലെ തന്നെ അതേ കൺസെപ്റ്റേ നിങ്ങൾ ഇവിടെ അറിയേണ്ടതുള്ളൂ. സെയിം സാധനമാണ് ഇവിടെയും ചോദിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ബനാന ഈസ് മാംഗോ, ഒരു കൺട്രി ആണെന്ന് വിചാരിച്ചു, അവിടെ ബനാനയ്ക്ക് മാംഗോ എന്നാണ് പറയുക. മാംഗോ ഈസ് ആപ്പിൾ, ആപ്പിൾ ഈസ് ഗ്രേപ്സ്, ഗ്രേപ്സ് ഈസ് ഗുവ, ഗുവ ഈസ് നട്ട്സ്. അങ്ങനെയാണ് അവർ പറയുക. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റെഡ് ഫ്രൂട്ട്? റെഡ് ഫ്രൂട്ട് ഏതാ ഇതിൽ? ബനാന, ആപ്പിൾ, ഗുവ, ഇതിനകത്ത് റെഡ് ഫ്രൂട്ട് ഏതാ? ആപ്പിൾ ആണ്. പക്ഷെ ആപ്പിളിനെ അവിടെ എന്താ പറയുക? ഗ്രേപ്സ് എന്നാ പറയാ. അപ്പൊ അവിടുത്തെ റെഡ് ഫ്രൂട്ട് ഏതാ? ഗ്രേപ്സ് ആണ്. ആക്ച്വലി റെഡ് ഫ്രൂട്ട് ആപ്പിൾ ആണെങ്കിലും ആപ്പിളിനെ നമ്മൾ പറയുന്നത് എന്താ? ഗ്രേപ്സ് എന്നാണ്. അപ്പം ഏതായിരിക്കും ആൻസർ വരിക? ഗ്രേപ്സ് ആണ് ആൻസർ വരിക. ഇതും കോഡിംഗ് ഡീകോഡിങ്ങിലെ തന്നെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ഇൻട്രസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമുക്കറിയാം, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരേ ഇൻട്രസ്റ്റ് ആണ് എല്ലാ വർഷങ്ങളിലും ഉണ്ടാവുക. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഇത്ര ഇൻട്രസ്റ്റ് കിട്ടിയാൽ ആ ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ എമൗണ്ടും കൂടെ കൂടിയിട്ടുള്ള എമൗണ്ടിനാണ് തൊട്ടടുത്ത വർഷം ഇൻട്രസ്റ്റ് വരുന്നുണ്ടാവുക. അതിനാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയാം. ഓക്കെ, മറ്റേ സാധാരണ പലിശ, സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പൊ ഇവിടെ നോക്കൂ, എ സം ഓഫ് മണി അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് എമൗണ്ട്സ് ടു 815 in 3 years. 3 കൊല്ലം കൊണ്ട് 815 ആണ്. ആൻഡ് rupees 854 in 4 years. 4 കൊല്ലം കൊണ്ട് 854 ആയി, 3 കൊല്ലം കൊണ്ട് 815 ആയി. അപ്പോൾ ഒരു കൊല്ലത്തെ പലിശ എത്രയാണെന്ന് നമുക്കറിയാലോ. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു 854 മൈനസ് 815. 854ൽ നിന്ന് 815 മൈനസ് ചെയ്താൽ എത്ര കിട്ടുന്നുണ്ടോ അതാണ് ഒരു കൊല്ലത്തെ പലിശ. 854 815 മൈനസ് ചെയ്ത് നോക്കൂ, 39 എന്ന് കിട്ടും. ഒരു കൊല്ലം 39 rupees ആണ് പലിശ. അങ്ങനെയാണെങ്കിൽ 3 കൊല്ലം കൊണ്ടുള്ള പലിശ എത്രയായിരിക്കും? 3 years interest. 3 years interest is equal to 39 into 3. അല്ലേ? ഓരോ കൊല്ലവും 39 39 39 കിട്ടും. ഈക്വൽ ടു 117. 3 കൊല്ലം കൊണ്ട് 117 rupees ഇൻട്രസ്റ്റ് കിട്ടി. അപ്പൊ എത്രയോ എമൗണ്ട് അയാൾ ഡെപ്പോസിറ്റ് ചെയ്തു, 3 കൊല്ലം കൊണ്ട് ഈ ഇത്രയും എമൗണ്ട് പലിശ കിട്ടി. അപ്പോഴാ എമൗണ്ട് എത്രയായി തീർന്നു? 815 ആയി തീർന്നു. അപ്പം പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 815ൽ നിന്ന് ഈ പലിശ അങ്ങ് മൈനസ് ചെയ്താൽ മതി. 117 മൈനസ് ചെയ്താൽ മതി. അപ്പൊ എത്രാന്ന് കിട്ടും? 698 എന്നുള്ള ആൻസറിലേക്ക് കടക്കും. ഓക്കെ, അപ്പം ആൻസർ എന്ത് എന്നുള്ളതല്ല ഇവിടെ പഠിക്കേണ്ടത്, എങ്ങനെയാണ് ആൻസറിലേക്ക് കടന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പം അവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആവുമ്പം ഓരോ വർഷവും ഒരേ പലിശയായിരിക്കും ഉണ്ടാവുക, ഒരേ ഇൻട്രസ്റ്റിലാണ് പോവുക എന്നുള്ള കൺസെപ്റ്റാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ആൻഡ് ലോസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. എ മാൻ ബൈസ് എ സൈക്കിൾ ഫോർ ₹1,400 ആൻഡ് സെൽസ് ഇറ്റ് അറ്റ് എ ലോസ് ഓഫ് 15%. അപ്പം 1,500ൻ്റെ ഒരു സാധനം 15% ലോസിൽ വിറ്റാൽ ഇയാൾ എത്ര രൂപയ്ക്കായിരിക്കും വിറ്റിട്ടുണ്ടാവുക? 1,400ൻ്റെ
15%. 1400-ന്റെ 10% എന്ന് പറഞ്ഞാൽ 140. 5% എന്ന് പറഞ്ഞാൽ 140-യുടെയും ഹാഫ് 70. അപ്പം 140 പ്ലസ് 70 അല്ലേ, 210 റുപ്പീസ് കുറച്ചിട്ടായിരിക്കും ഇയാൾ വിറ്റിട്ടുണ്ടാവുക. ഓക്കെ, അതെത്ര എന്നല്ലേ നമ്മളോട് ചോദ്യം. അപ്പം ആൻസർ എന്ത് കിട്ടും? നമ്മൾ നേരെ ഓപ്ഷനിലേക്ക് നോക്കുക. 1400 നിന്ന് 210 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 1190 എന്നുള്ള ആൻസറിലേക്ക് കടക്കും. ഓക്കെ, അപ്പം ഇവിടെ വേറെ ഒന്നും അറിയേണ്ടതില്ല. പ്രോഫിറ്റ് എന്താണ്, ലോസ് എന്താണ്, ആ പെർസെൻറ്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിനും ഫോർമുല ഉണ്ട്. ഫോർമുല ഞങ്ങളുടെ ജോബ് സെക്യൂർ ഗൈഡിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉണ്ട്. ആ ഫോർമുല ഉപയോഗിച്ചും ഈ ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. 107 × 107 പ്ലസ് 93 × 93. ഇങ്ങനെ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ അത്രയും സമയം കിട്ടുള്ളൂ. നമുക്ക് പറ്റില്ല. അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ ഒരു പ്രാധാന്യം, പ്രത്യേകത നോക്കുക. 107 എന്ന് പറഞ്ഞാൽ 100 പ്ലസ് 7 ആണ്. 93 എന്ന് പറഞ്ഞാലോ 100 മൈനസ് 7 ആണ്. അപ്പം 107 × 107 പ്ലസ് 93 × 93 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 100 പ്ലസ് 7 × 100 പ്ലസ് 7 സ്ക്വയർ പ്ലസ് 100 മൈനസ് 7 ഹോൾ സ്ക്വയർ. a plus b whole square plus a minus b whole square is equal to 2 × a square plus b square. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഈക്വൽ ടു 2 × എക്ക് പകരം ഇവിടെ 100 സ്ക്വയർ പ്ലസ് ബിക്ക് പകരം 7 സ്ക്വയർ ഈക്വൽ ടു 2 × 100 സ്ക്വയർ 10,000 പ്ലസ് 7 സ്ക്വയർ 49. 49 ഇരട്ടി 98. അപ്പം തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് ഏകദേശം നിങ്ങൾ കടന്നിട്ടുണ്ടാവും. വൺ 0,098 എന്നുള്ള 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. 2,0,098 എന്നുള്ള ആൻസറിലേക്ക് കടക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരേ ഒരു കാര്യം, a പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് a മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 × a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇത് വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അത് ഒന്നുകൂടെ ഓർക്കുക, അത് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ലീസ്റ്റ് നമ്പർ must be added to 1056 so that the sum is completely divisible by 21. ഇവിടെ എന്താ ചെയ്യുക നമ്മൾ? ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് 1056-നെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം 1056-നെ നിങ്ങൾ 23 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ. 23 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമൈൻഡറായിട്ട് 21 കിട്ടുന്നുണ്ടാവും. ഇതായിരിക്കും റിമൈൻഡർ. ഓക്കെ, 21 റിമൈൻഡർ വന്നു. ഈ 21-നോട് എത്ര ആഡ് ചെയ്താലാണ് 23 കിട്ടുക? 2 ആഡ് ചെയ്താൽ. അപ്പം ഇവിടെ 1056-ന് പകരം 1058 ആയിരുന്നു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇവിടെ റിമൈൻഡർ ഉണ്ടാവില്ല, റിമൈൻഡർ 0 വരും. അപ്പം നമുക്കത് ആ ആൻസറും കറക്റ്റ് ആവും. അപ്പം എപ്പോഴും റിമൈൻഡർ എത്രയാണോ വന്നത് അതിനോട് എത്ര ആഡ് ചെയ്താലാണ് 23 കിട്ടുക എന്ന് നോക്കിയാൽ മതി. ഓക്കെ, എത്ര ആഡ് ചെയ്യണം? 2 ആഡ് ചെയ്യണം. അപ്പം ആൻസർ എന്ത് വരും? 2 എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ കടക്കും. അപ്പം ഞാനിപ്പം കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ പോയത്. മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മളിപ്പോൾ പോയത്. മെൻ്റൽ എബിലിറ്റിയിലെ പല വെറൈറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടു. ഇനിയും ഇത്തരം വീഡിയോസുമായിട്ട് ജോബ് സെക്യൂർ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഞങ്ങളുടെ ക്രാഷ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നു, അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ. ഓൾ ദി ബെസ്റ്റ്.